ഇപ്പം നമ്മൾ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് ദൂരമൊക്കെ യാത്ര ചെയ്യുമ്പോൾ പല ആളുകളും പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ് ലോ ബാക്കിലേക്ക് പെയിൻ ഉണ്ടാവുക എന്നുള്ളത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അതിനൊരു മെയിൻ ആയിട്ടുള്ളൊരു കാരണമാണ് ബാഡ് പോസ്ചർ. ഇപ്പം നമ്മൾ പല ആളുകളും കണ്ടിട്ടുണ്ട്, നമ്മൾ മുന്നിലേക്ക് സ്റ്റിയറിങ്ങിൻ്റെ ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്തിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നതും, അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഇറക്റ്റ് പോസ്ചറിൽ നിന്നുകൊണ്ട് ഡ്രൈവ് ചെയ്യുക, അല്ലെങ്കിൽ സ്ലൗച്ചായിട്ട് നിന്ന് ഡ്രൈവ് ചെയ്യുക. ഇത്തരം ഒരു പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യുമ്പം ബാക്കിലേക്കുള്ള സ്ട്രെയിൻ കൂടാണ് ചെയ്യുന്നത്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം സീറ്റിലിരുന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷനിൽ വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് നമ്മൾ കാറിൻ്റെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരു ബാക്ക് ആർച്ചുള്ള ഒരു സീറ്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലേക്കുള്ള ആ സ്പൈനിലേക്കുള്ള സ്ട്രെയിനൊക്കെ കൂടാണ് ചെയ്യുക. മറ്റൊരു പ്രധാന കാരണമാണ് ഇപ്പോൾ റോഡിലുണ്ടാവുന്ന ഗട്ടേഴ്സ്. ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലല്ല നമ്മളൊരു സ്പീഡിൽ ഗട്ടേഴ്സൊക്കെ ചാടുന്ന സമയത്ത് ആ ഒരു വൈബ്രേഷനും നമ്മളെ ബാക്കിനും അതുപോലെ തന്നെ സ്പൈനിനും നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഗട്ടേഴ്സുള്ള റോഡിലൂടെ നമ്മൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് സ്പീഡൊക്കെ കുറച്ചുകൊണ്ട് വേണം നമ്മൾ അത് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, ഇപ്പോൾ ഒരു കാറിലൊക്കെ നമ്മൾ ലോങ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഡ്രൈവ് എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ ഒരു 20 മിനിറ്റ് ഒരു 30 മിനിറ്റ് ഒക്കെ എടുത്ത് ആ ഒരു ടൈമിൽ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ബാക്കിലേക്കുള്ള മസിൽസിനുള്ള സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്ക് മസിൽസ് ഒന്ന് റിലാക്സ് ആക്കി എടുക്കുക. ഇതിന് ശേഷം മാത്രം നമ്മൾ ഡ്രൈവിലേക്ക് പോവുക. ഇനി അഥവാ ഈ ഒരു പെയിന് കുറേ കാലത്തേക്ക് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വിദഗ്ധരെ കണ്ടുകൊണ്ട് നമ്മൾ ഈ ഒരു പെയിനെ എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് അറിഞ്ഞുകൊണ്ട് അത് ട്രീറ്റ് ചെയ്തെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.